അതിന്റെ മര്യാദകളെ നിർബന്ധമായും പാലിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പക്ഷെ അതിന്റെ എല്ലാ നിബന്ധനയും പാലിക്കണം. ഒരാൾ ഇട്ടുകൊടുക്കാനും വേറൊരാൾ തിന്നാനും ആകാൻ പറ്റൂല. ഇട്ട ആൾക്ക് അത് തീർക്കാനുള്ള ബാധ്യത ഉണ്ട്. ഇടണത് വേറൊരാളും തീർക്കണത് വേറൊരാളും അല്ല. ഇവര് തിന്നണവര് തീർത്തിയില്ലെങ്കിൽ ഇട്ടോ ബാക്കി മുഴുവൻ തിന്ന് തീർക്കണം. അതിനുള്ളതേ ഇടാൻ പറ്റുള്ളൂ. ഒരാൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ളവർ ഇങ്ങനെ തീർക്കാൻ നിന്നാ എപ്പോഴാ അത് കഴിയ? അങ്ങനല്ല. ഇടുന്ന ആൾക്ക് അത് തീർക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ആരട്ടയിച്ചാല് കഴിക്കണവര് തിന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിന് ഓൻ തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ തിന്നണവരല്ല തീരുമാനം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദ പാലിക്കണം. മര്യാദകളിൽ ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന്റെ മര്യാദയാണ്. ബാക്കിയൊക്കെ പിന്നെയാണ്. ബാക്കി എല്ലാ കാര്യവും പിന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണ മര്യാദ മക്കളെയും ശീലിപ്പിക്കണം. ഭക്ഷണത്തിൽ മര്യാദ ഉള്ളവൻ ഇബാദത്തിൽ മര്യാദയുള്ളവനായിരിക്കും.